പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ വലിയ സ്നേഹത്തില് ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിറച്ചുകൊണ്ട് തിരുക്കുടുംബത്തിൻ്റെ വലിയ മാതൃകയിൽ ഐക്യത്തിൻ്റെ ജീവിതം ജീവിക്കുവാൻ വേണ്ടി കുടുംബത്തിലേക്ക് ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെല്ലാ കുടുംബങ്ങളെയും അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിച്ച് സമാധാനത്തില്, സന്തോഷത്തില്, സ്നേഹത്തില്, ഐക്യത്തില്, വലിയ സുരക്ഷിതത്വത്തില് ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. കൊടുങ്കാറ്റായി ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ ആഞ്ഞു വീശണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ വന്ന് നിറഞ്ഞ് ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ ആവസിച്ച് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബജീവിതത്തെ അവിടുന്ന് നയിക്കണമേ, നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ കുടുംബത്തോടും കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കുടുംബങ്ങൾ മുന്നോട്ട് പോകണം. ഒരു കാരണവശാലും അത് പിന്നോട്ട് പോകാൻ പാടില്ല. എന്തിലൊക്കെ? സ്നേഹത്തില്, ഐക്യത്തില്, വിശുദ്ധിയില്, സമാധാനത്തില്, സമ്പത്തില്, എല്ലാത്തിലും അനുഗ്രഹിക്കപ്പെട്ട് മുന്നോട്ട് 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 പോകണം. ജെറമ്യാ പ്രവാചന പുസ്തകത്തില് 7-ാം അധ്യായത്തിന് 24-ാമത്തെ വചനത്തില് മുന്നോട്ട് പോകാതെ പിന്നോട്ട് പോകുന്ന ഒരു ജനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവജനം മുന്നോട്ട് പോകേണ്ടവരാണ്. നമ്മുടെ കുടുംബങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ്. എന്നാൽ മുന്നോട്ട് പോകാതെ പിന്നോട്ട് പോകുന്ന അനേക കുടുംബങ്ങളെ കാണുമ്പോൾ എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു? ഞാനിടയ്ക്ക് ഓർക്കാറുണ്ട്, ഈ കുടുംബജീവിതത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കണം. ഞങ്ങളൊക്കെ അച്ഛന്മാരാവുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും 10-11 വർഷം മിനിമം പരിശീലനമുണ്ട് അച്ഛനാകാൻ. ഒരു കന്യാസ്ത്രീ ആവണമെങ്കിൽ 6 അല്ലെങ്കിൽ 8 വർഷം അതിന് പരിശീലനമുണ്ട്. എന്നാൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് പരിശീലനം കിട്ടുന്നുണ്ട്? അത് വലിയൊരു ചോദ്യമാണ്. ഒരേ പ്രായമാകുമ്പോൾ മക്കളെ പിടിച്ച് കെട്ടിക്കും. എന്നാൽ എന്ത് പരിശീലനം? ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ശ്രമകരമായ, അതും ഇന്നു മുതൽ ബൈബിളെ തൊട്ട് ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏക മനസ്സോടെ ജീവിക്കാന്ന് പറഞ്ഞ എന്ത് ജീവിതം ജീവിക്കേണ്ടതാണ്? അത് മരണം വരെ. അങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിതത്തിന് നല്ല പരിശീലനം വേണം, നല്ല അറിവ് വേണം. ഇന്ന് നമ്മുടെ പല മക്കൾക്കുള്ള അറിവ് അവർ കണ്ടുപഠിച്ച അവളുടെ അപ്പൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ചില കുടുംബ ജീവിതങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ മക്കള് ഡാഡിയുടെ കല്യാണം ഇങ്ങനെയല്ലേ, മമ്മിയുടെ ജീവിതം ഇങ്ങനെയല്ലേ, പിന്നെ എന്തിനാ ഞങ്ങൾ കെട്ടണേ? അപ്പോ ആ ജീവിതത്തിന്റെ മാതൃക അതൊന്നുമല്ല ജീവിതം. യഥാർത്ഥമായ കുടുംബജീവിതം എന്ന് പറയുമ്പോൾ ഇന്നലെ അച്ഛൻ പറഞ്ഞു, ദൈവകൃപയാ നിറഞ്ഞ് ആ ദൈവത്തിന്റെ സ്നേഹത്തില് ആ കൃപയില് വളരുന്ന ഒരു ജീവിതം, അത് സ്വർഗമാണ്. സ്വർഗത്തിന്റെ, ഞാൻ പറഞ്ഞില്ലേ, ത്രിയേക ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കൂട്ടായ്മ, തിരുക്കുടുംബത്തിന്റെ സ്നേഹത്തിന്റെ കൂട്ടായ്മ, ആ ഒരു ചൈതന്യം അത് കുടുംബത്തില് എൻ്റെ പ്രിയപ്പെട്ടവരെ ഉണ്ടാകണമെങ്കിൽ അതിന് നല്ല പരിശീലനം വേണം. ഇന്ന് മിക്കവാറും നമ്മുടെ എല്ലാ കുടുംബങ്ങളിൽ നോക്കിക്കോ, ഒരു മുന്നോട്ട് പോക്കൊന്നുമില്ല. കല്യാണങ്ങള് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയും ഭർത്താവും എന്താ സ്നേഹം. നമ്മൾ സാധാരണ പറയില്ലേ, അങ്ങനെ ഒട്ടി നടക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അല്പം വിടും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ നിനക്കറിയാൻ ഞാൻ പറയണ്ട, നമ്മൾ കേട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ അകന്ന് പോകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിലും ഐക്യത്തിലും ഒക്കെ മുന്നോട്ട് ആഴപ്പെട്ട് പോകേണ്ട ജീവിതമാണ് ഈ ജീവിതം. അതിന് സാധിക്കണമെങ്കിൽ ഞാൻ പറയും, പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ വലിയൊരു അടിസ്ഥാനം വേണം. എന്ന് പറഞ്ഞാല് കൃപയ്ക്ക് മേൽ കൃപയില് നമ്മുടെ കുടുംബജീവിതങ്ങളെ വളർത്തണം. ഈ സ്നേഹം എന്നൊക്കെ പറയണത് നമ്മളിലൊന്നും വലിയ സ്നേഹമൊന്നുമില്ല.
പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ, ഞങ്ങളുടെ കുടുംബത്തിൽ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞു വീശണമേ. പരിശുദ്ധാത്മാവ് നിറയപ്പെടണം. അതോടൊപ്പം തന്നെ കൂദാശ ജീവിതത്തിലൂടെ ഈ ആത്മാവിന്റെ അഭിഷേക ശക്തി നമ്മൾ വീണ്ടും വീണ്ടും ഇന്നലെ പറഞ്ഞ പോലെ ജ്വലിപ്പിക്കണം. അതിനൊരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. കുടുംബ പ്രാർത്ഥന നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നഷ്ടപ്പെട്ടു പോയ വലിയൊരു അനുഗ്രഹമാണ് കുടുംബത്തില് ഒരുമിച്ചുള്ള പ്രാർത്ഥന. അതും ഐക്യത്തോടെ കർത്താവിന്റെ സാന്നിധ്യത്തില്, കർത്താവ് ഇന്ന് ഞങ്ങളുടെ കൂടെ വേണം, നീ സഹായിക്കണം, പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളിൽ നിറയണം, ഞങ്ങളെ നയിക്കണം, ഞങ്ങളെ നിയന്ത്രിക്കണം, സ്നേഹിക്കാൻ, ക്ഷമിക്കാൻ, സഹിക്കാൻ, സഹിച്ച് ക്ഷമിച്ച് ചേർത്ത് പിടിക്കാൻ, പ്രാർത്ഥിക്കാൻ, കൃപയിൽ നിറയപ്പെടാൻ ഞങ്ങൾക്കിടയാകും. അതിനു വേണ്ടിയൊക്കെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ തീക്ഷ്ണമായിട്ട് നമ്മൾ കുടുംബ പ്രാർത്ഥന. പിന്നെ സാധിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ സ്വീകരിക്കുക. ഇനി ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ല, ആരെങ്കിലും ഒരാൾ പോവുക. ഇനി മക്കളുണ്ട്, 5 പേരുള്ള കുടുംബം ഓർത്തോ, ഇനി 4 പേർക്ക് പോകാൻ പറ്റില്ല, ആരെങ്കിലും ഒരാള് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലെ ബലിയിൽ പങ്കുചേർന്ന് ബലിയർപ്പിച്ച് ഈശോയെ സ്വീകരിച്ച്. ഞാൻ ഓർക്കാണ്, എൻ്റെ മക്കളെ, നമുക്കെല്ലാം ചെയ്യാൻ സാധിക്കുന്ന, നമ്മെ ശക്തനാക്കുന്ന ഈശോയെ തന്നെ നമുക്ക് കിട്ടുന്ന ഇത്രയും വലിയ അനുഗ്രഹം വിശുദ്ധ കുർബാനയെ പോലെ വേറെ എന്താ ഉള്ളേ? അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലേക്ക് ഈശോ വരുന്ന വലിയൊരു ബന്ധം വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ ഉറപ്പിച്ചെടുക്കണം. അങ്ങനെ വിശുദ്ധ കുർബാന പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് കുമ്പസാരിക്കണം. കഴിഞ്ഞ ദിവസം ഒരു ഇടവകയിൽ ആദ്യ കുർബാന സ്വീകരിച്ചെന്നപ്പോ അവിടുത്തെ വികാരിച്ചൻ ആദ്യ കുർബാന സ്വീകരണത്തിനിടയിൽ പറയണേ, നിങ്ങൾ ടൂറിനൊക്കെ ഒരുമിച്ച് പോകാറുണ്ടല്ലോ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ചൊക്കെ പോകാറുണ്ട്, ഫാമിലി ഒരുമിച്ച്. നിങ്ങൾ ദേവാലയത്തിൽ പോകാനും ഒരുമിച്ച് ഒരു ദിവസം കണ്ടെത്തണം. അതെന്തിനറിയോ? കുമ്പസാരിക്കാൻ, ഒരുമിച്ച് കുമ്പസാരിക്കാൻ. ആദ്യം അപ്പം കുമ്പസാരിച്ചു, പിന്നെ അമ്മ കുമ്പസാരിച്ചു, പിന്നെ മൂത്ത കൊച്ച്, പിന്നെ താഴേക്കുള്ള കൊച്ചുകള്, അങ്ങനെ ഒരുമിച്ച് കുമ്പസാരിച്ച് ഒരുമിച്ച് കുർബാന അർപ്പിച്ച് ഒരുമിച്ച് ഈശോയെ സ്വീകരിക്കുന്ന ഒരു വലിയൊരു ശീലം ഉണ്ടാകണം. ഇന്ന് ആളുകൾ സ്നേഹം ഉണ്ടാകാൻ വേണ്ടി, ഐക്യം ഉണ്ടാകാൻ വേണ്ടി, സമാധാനം ഉണ്ടാകാൻ വേണ്ടി ഒരുമിച്ച് ഫുഡ് അടിക്കാൻ പോകും, കറങ്ങാൻ പോകും, ട്രിപ്പ് അടിക്കാൻ പോകും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരുമിച്ച് പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്തോ. ഒരുമിച്ച് കുമ്പസാരിക്കുന്നു, ഒരുമിച്ച് ബലിയർപ്പിക്കുന്നു, ഒരുമിച്ച് ദേവാലയത്തില് നിത്യാരാധനയില് സക്രാരി മുമ്പില് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബം. അത് നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും. ആ കുടുംബത്തിൽ നിന്ന് ഒരു മകനും ഒരു മകളും വഴിതെറ്റി പോകത്തില്ല. ഒരു പിശാചിനും ഈ കുടുംബത്തിൽ നിന്ന് ആരെയും അങ്ങനെയും ഇങ്ങനെയൊന്നും തട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം പ്രാർത്ഥനയുടെ ദൈവബന്ധത്തിന്റെ ഒരു ബോണ്ടുണ്ട്, അതൊരിക്കലും പൊടിക്കാൻ പറ്റില്ല. ഇങ്ങനെ പോയാൽ പ്രിയപ്പെട്ട മക്കളെ ഒരിക്കലും ഇതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ മക്കൾ പഠിക്കും, ജോലിയില്, പഠനത്തില്, സാമ്പത്തിക മേഖലയില്, ബിസിനസ്സില്, കൃഷിയിടങ്ങളില്, എല്ലാ ഉദ്യമങ്ങളിലും നമ്മൾ മുന്നോട്ട് പോകും. അതുകൊണ്ട് ഈ ഒരു അടിസ്ഥാനം ദൈവബന്ധത്തില്, പ്രാർത്ഥനയില്, ദൈവിക ചൈതന്യത്തില്, കുദാശ കൃപയില് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ ബന്ധങ്ങളെ നമ്മൾ ഉറപ്പിച്ചു നോക്കി. അങ്ങനെ ചെയ്യുമ്പോണ്ടല്ലോ ഒരു കാര്യം. ഇന്നലെ ഞാനൊരു കുടുംബത്തോട് പറയുന്നു, ക്ഷമിക്കാണ്ട് സ്നേഹിക്കാണ്ടും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ ക്ഷമയും സ്നേഹവും നമ്മിൽ ആരിലുമില്ല. അത് ദൈവബന്ധത്തിൽ നിന്ന് മാത്രം കിട്ടുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹദാനമാണ്. ആ ആത്മാവിനാൽ നിറയപ്പെട്ട് സ്നേഹിക്കാനും സഹിക്കാനും ക്ഷമിക്കാനും അങ്ങനെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് പരസ്പരം സഹായിച്ച് പ്രോത്സാഹിപ്പിച്ച് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കണം. അത് മനുഷ്യന്റെ കഴിവ് കൊണ്ടൊന്നും സാധ്യമല്ല. സമ്പത്ത് ഉണ്ടായതുകൊണ്ടോ, ജോലി ഉണ്ടായതുകൊണ്ടോ, അല്ലെങ്കിൽ സൗന്ദര്യം ഉണ്ടായതുകൊണ്ടോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഞാൻ ചിലപ്പോൾ ഓർക്കും, ചില കുടുംബങ്ങളൊക്കെ ഒരു കാലഘട്ടം ചെറുപ്പത്തില് കല്യാണം കഴിഞ്ഞു, 2 മക്കളൊക്കെ ഉണ്ടായി, പിന്നെ എന്തോ വഴക്കായി, പിന്നെ വേർപിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങി. പിന്നെ കുറെ വർഷം, 10-30 വർഷം കഴിഞ്ഞിട്ട് മക്കളെ ഓർത്ത്
പല വർഷം കഴിഞ്ഞപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി വീണ്ടും വരാണ്. അപ്പൊ ഞാൻ ഓർക്കാണ്, നല്ല പ്രായം, നല്ല സമയം, ഒരുമിച്ച് സ്നേഹത്തില്, ഐക്യത്തില്, ബന്ധത്തിലൊക്കെ ജീവിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞിട്ട് അവരവരെയും ഇപ്പൊ ഷുഗറും പ്രഷറും ഉണ്ട്, കൂടെ ഒരാളുണ്ടെന്ന് അറിയാം, എന്തോ ഉപകാരമുണ്ട്, കാര്യമൊന്നുമില്ല, ഒരു ദാമ്പത്യ ജീവിതമൊന്നുമില്ല. എണ്ണിപ്പറക്കുന്ന കാലഘട്ടം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പിന്നോട്ട് പോയതിന്റെ നൊമ്പരം പേറുന്ന അനേകം ജീവിതങ്ങളുണ്ട്. സമയമൊക്കെ കടന്നു പോകും മക്കളെ. ഉള്ള സമയം ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവകൃപയില്, ദൈവ ഐക്യത്തില്, ഒരു സ്നേഹത്തിലും, നമുക്കറിയാം പരസ്പരം സഹിച്ചും ക്ഷമിച്ചും സ്നേഹിച്ചും ചേർത്ത് പിടിച്ചും താങ്ങി പൊക്കി ഉയർത്തിയും ഒക്കെ മുന്നോട്ട് പോകണം. അങ്ങനെ പോകുമ്പോ എന്താ രസം! ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറഞ്ഞു വരിക, നമുക്ക് താങ്ങും തണലുമാകാൻ നമ്മുടെ കുടുംബത്തിലല്ലാതെ വേറെ ആരാ നമുക്കുള്ള? ഇത് നമുക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടണം. അത് കിട്ടണമെങ്കിൽ ആ ഒരു ചൈതന്യം, ആ ഒരു അഭിഷേകം, ആ ഒരു സ്നേഹം, ആ ഒരു ക്ഷമ, അതിനു വേണ്ടി സഹിക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം. അതിന് സാധിക്കണമെങ്കിൽ ഞാൻ വീണ്ടും പറയും, ഈ പ്രാർത്ഥനയിലും ഈ ദൈവബന്ധത്തിലും ഈ കൂദാശ ബന്ധത്തിലും ഈശോയാൽ നയിക്കപ്പെടുന്ന, അച്ഛൻ എപ്പോഴും പറയാറില്ല, കൃപാജീവിതം, ഈശോ നമ്മിലേക്ക് വന്ന് നിറഞ്ഞ് ഈശോ നമ്മിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ജീവിതമായിട്ട് മാറണം. ഈശോ പ്രവർത്തിക്കണം. അതാണ് ക്രൈസ്തവ ജീവിതം. ഇപ്പൊ ക്രൈസ്തവ കുടുംബ ജീവിതങ്ങള്, ക്രൈസ്തവ വിവാഹ ജീവിതങ്ങള്, ക്രൈസ്തവ കുടുംബങ്ങള് ഈ ഒരു ഐക്യത്തില്, ഈ ഒരു ബന്ധത്തില്, ഈ ഒരു കർത്താവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അത് എളുപ്പമൊന്നുമില്ല. അതിനുവേണ്ടി ഡിസിപ്ലിൻ, നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്ത്, കൂദാശകൾക്ക് പ്രാധാന്യം കൊടുത്ത്, ദൈവാലയത്തിന് പ്രാധാന്യം കൊടുത്ത്, ദൈവാരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്ത്, ദൈവത്തെ കൂടെ നിർത്തി ജീവിക്കുന്ന കുടുംബമാകണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ കുടുംബം മുന്നോട്ട് പോകും. ഇല്ലെങ്കിൽ പിന്നോട്ട് പോകും, താഴേക്ക് പോകും. നമുക്ക് മുന്നോട്ട് പോകാം മക്കളെ. നമ്മുടെ കുടുംബങ്ങളെ ചേർത്ത് പിടിച്ച്, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിച്ച് സഹിച്ച് കർത്താവിന് മുമ്പിൽ സമർപ്പിച്ചിട്ട്, കർത്താവെ അങ്ങ് ഇടപെടണം, അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കണം, അങ്ങയുടെ ക്ഷമ കൊണ്ട് നിറയ്ക്കണം, അങ്ങയുടെ സമാധാനം നിറയ്ക്കണം, അങ്ങയുടെ ശക്തി നിറയ്ക്കണം ഞങ്ങളുടെ കുടുംബങ്ങളെ. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അച്ഛൻ അവസാനിപ്പിക്കണം. നമ്മുടെ കുടുംബത്തിലുള്ളവരെ സ്നേഹിച്ച് ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഉയർത്തി എടുക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ, മക്കളെ മാതാപിതാക്കളെ മക്കൾ, സഹോദരങ്ങൾ ചേർത്ത് പിടിച്ച് സ്നേഹിച്ച് പിടിച്ച് കൂട്ടായ്മയിൽ ഉയർത്തിപ്പിടിച്ച് കർത്താവിന്റെ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ട സപ്പോർട്ട് എവിടെ നിന്ന് കിട്ടണം? പുറമെന്നല്ല, വീട്ടിൽ നിന്ന്. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടാതെ പോകുന്ന സപ്പോർട്ട്, പലതും തേടിപ്പോയി നശിച്ചു പോയ എത്രയോ മക്കളുണ്ട്. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പിന്നീട് കണ്ട് അനുദപിച്ച് കർത്താവിന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങൾ കർത്താവിൽ മുന്നോട്ട് പോകണം. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ മക്കള് അങ്ങയോട് ചേർന്ന് അങ്ങയുടെ കൂടെ ആയിരിക്കുമ്പോൾ അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങള് എത്രയോ വലുതാണ്. ഞങ്ങൾക്ക് വേണ്ട കൃപകള്, ഞങ്ങൾക്ക് വേണ്ട ശക്തി, സ്നേഹം, ക്ഷമ, ധൈര്യം, സംരക്ഷണം എല്ലാം അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നു. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങൾ അങ്ങയിലാണ് വളരേണ്ടത്. അങ്ങ് പറഞ്ഞില്ലേ, തൈത്തണ്ടിനോട് അതിന് ശാഖയെന്ന പോലെ ഞങ്ങളുടെ കുടുംബങ്ങള് അങ്ങയോട് ചേർന്ന് നിന്ന് വളരണം. അങ്ങനെ വളരുമ്പോൾ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കും. ഞങ്ങൾ മുന്നോട്ട് പോകും. അതിനുവേണ്ടി ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് ചേർത്ത് പിടിക്കാൻ എത്രയോ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, ഞങ്ങളുടെ വീടിനെ, ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങയാൽ നിറച്ച് നയിക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുമ്പോൾ അങ്ങയെ വിട്ട് പടിയിറങ്ങി പോകുന്ന കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഓർത്ത്, ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവെ, കുടുംബ പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങള്, കൂദാശ ജീവിതമില്ല, വിശുദ്ധ കുർബാനയിലൂടെ അങ്ങയെ തന്നെ ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നിട്ടും അങ്ങയെ സ്വീകരിക്കാതെ, അങ്ങയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ കുർബാന സ്വീകരിക്കാത്ത ഞങ്ങളുടെ കുടുംബാംഗങ്ങള്, ഞങ്ങളുടെ മക്കള്, കർത്താവ്, ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ജീവിത പങ്കാളിയെ സമർപ്പിക്കും. വിശുദ്ധ കുർബാനയില്ല, കൂദാശ ജീവിതമില്ല, കുടുംബ പ്രാർത്ഥനയില്ല. കുടുംബത്തിൽ എപ്പോഴും
ലോകാരൂപിക്ക് ചേർന്നു പോകുന്ന സിനിമകള്, ഗെയിമുകള്, ഫുൾ ടൈം കളി, പൈശാചികമായിട്ടുള്ള പല പല കാര്യങ്ങള്, പ്രാർത്ഥന പോലും ഇല്ലാതെയുള്ള, ദൈവിക ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെയുള്ള ലോകാരൂപിയും ലൗകികമായ കാര്യങ്ങളും. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയിൽ വളർത്തണമേ. ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഞങ്ങൾ അങ്ങയോട് ചേർന്ന് ജീവിക്കണം. അങ്ങയുടെ കൃപയ്ക്ക് മേൽ കൃപയിൽ നിറയപ്പെടണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നല്ലോ. ഈശോ, ഈ മേഖലയിൽ ഞങ്ങൾ വളരാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്ന പിശാച് ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. അങ്ങയോട് ചേർന്ന് ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ കുടുംബം എത്രയോ മുന്നോട്ട് പോയേനെ. കുടുംബജീവിതത്തില്, സ്നേഹത്തില്, ഐക്യത്തില്, സാമ്പത്തിക മേഖലയില്, ജോലി മേഖലയില്, പഠന മേഖലകളില്, വിശുദ്ധ ജീവിതത്തില് ഞങ്ങളുടെ മക്കളും കുടുംബങ്ങളും ഒക്കെ എന്തുമാത്രം മുന്നോട്ട് പോയേനെ. എന്നാൽ പിശാച് അങ്ങയിൽ നിന്ന് അകറ്റുവാൻ വേണ്ടി സകലവിധ ലോകാരൂപിയും കൂട്ടുകെട്ടുകളും ബന്ധങ്ങളും മദ്യപാനവും ചെടിക പാപങ്ങളും സിനിമകളും എല്ലാം കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളിൽ കയറി അങ്ങയുമായുള്ള ബന്ധം നശിപ്പിച്ചു കളഞ്ഞു. കർത്താവേ, ഈ പൈശാചികമായ സ്വാധീനങ്ങളെ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയൊരു വിടുതൽ നൽകി ഈ ആത്മാക്കളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് അങ്ങയിൽ നിന്ന് അകറ്റുന്ന, അങ്ങയിൽ വളരാൻ ഞങ്ങളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ പൈശാചിക സ്വാധീനങ്ങളെയും സാന്നിധ്യങ്ങളെയും ബന്ധിച്ച് ബഹിഷ്കരിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന്, മക്കളിൽ നിന്ന് പുറത്താക്കി ഞങ്ങളുടെ കുടുംബങ്ങളെ മുന്നോട്ട് നയിക്കണമേ. തടസ്സപ്പെടുത്തുന്ന ദുരാത്മ ശക്തികളെ യേശുനാമത്തിൽ ബന്ധിച്ച് നമുക്ക് ഒരുമിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കുരിശിൻ ചുവട്ടിലേക്ക് എല്ലാ ആത്മാക്കളെയും സമർപ്പിച്ചുകൊണ്ട് എല്ലാ തടസ്സങ്ങളും പൊട്ടിച്ച് ബന്ധനങ്ങളെ തകർത്ത് ഞങ്ങളുടെ കുടുംബങ്ങളെ മുന്നിലേക്ക് നയിക്കണമേ, മുന്നോട്ട് നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മക്കളെ, കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും ഞങ്ങളുടെ മക്കളുടെയും മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും, പ്രത്യേകിച്ച് അങ്ങയുമായി ആഴമായ ബന്ധത്തിൽ ഞങ്ങൾ വളരാതിരിക്കാൻ, ഞങ്ങളുടെ കുടുംബം വളരാതിരിക്കാൻ, ഞങ്ങളുടെ മക്കൾ വളരാതിരിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ദുരാത്മ ദുർഭൂത ശക്തികളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളേവരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ മക്കളെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച്, ആത്മാവിന്റെ വരദാനങ്ങൾ നിറച്ച് ക്ഷമിക്കാനും സഹിക്കാനും സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും ഒരിക്കലും തള്ളിക്കളയാതെ പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചേർത്ത് പിടിക്കാനും വേണ്ട കൃപ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ അങ്ങയിൽ വളരട്ടെ, ഞങ്ങളുടെ മക്കൾ അങ്ങയിൽ വളരട്ടെ. ഞങ്ങളുടെ ജീവിതങ്ങൾ ഒരിക്കലും പിന്നോട്ട് പോകാതെ സകല മേഖലകളും മുന്നോട്ട് പോകുമാറാകട്ടെ. അതിനായിട്ട് ഈശോയെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വലിയ അനുഗ്രഹത്തിനായി, ആ വലിയ ആശീർവാദത്തിനായിട്ട് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും ദിവ്യകാരുണ്യ നാഥന്റെ തിരുസ്ഥാനത്തിൽ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, അങ്ങയിൽ വളരുവാൻ, മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം ഞങ്ങളെ കെട്ടിപ്പൂട്ടി ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ പൈശാചിക സ്വാധീനങ്ങളെയും എല്ലാ ദുരാത്മ ദുർഭൂത ശക്തികളെയും നിർവീര്യമാക്കിക്കൊണ്ട് അങ്ങയുടെ ആശീർവാദത്തിന്റെ ശക്തിയാൽ, കുരിശുബാന്റെ ശക്തിയാൽ വലിയ വിടുതൽ നൽകി, വിമോചനം നൽകി ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ, വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിച്ച മക്കളെ
ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, അങ്ങയുടെ വലിയ കരുണാർദ്ര ഹൃദയത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ചേർത്ത് പിടിച്ച് അങ്ങയുടെ കൃപയുടെ സമൃദ്ധിയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ നിറച്ച് ജീവന്റെ സമൃദ്ധിയിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ മുന്നോട്ട് അങ്ങ് നയിക്കണമേ, ജീവനിൽ നിലനിർത്തണമേ. ആമേൻ.